ഇന്നൊരു ബൾബ് വെച്ചിട്ട് ആവശ്യമില്ലാത്തൊരു ബൾബ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ബൾബ് കണ്ടുപിടിക്കണം. ആവശ്യമില്ലാത്തത് ഉപയോഗശൂന്യമായ ബൾബ് കണ്ടുപിടിച്ച് അത് വൃത്തിയാക്കി എടുക്കുക. അത് നല്ല ക്ലിയറായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾക്ക് പൊട്ടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള ഒരു എക്യുപ്മെൻറ്റോ എന്തെങ്കിലും ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കണ കത്രികയാണ്. കത്രിക ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ബ്ലാക്ക് പോർഷനിൽ നന്നായിട്ട് ശക്തിയിൽ നന്നായി കുത്തി കൊടുക്കുക. അപ്പം അത് പൊട്ടും. കുറച്ച് സമയമെടുക്കും, അത്യാവശ്യം സമയമെടുക്കും അത് പൊട്ടിക്കിട്ടാൻ. കാരണം അത് നല്ല അത് ചില്ലാണ്. അപ്പം അത് പൊട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് പൊട്ടിക്കുക, കാരണം അത് ചില്ലാണ്. താഴെ എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് വേണം അത് പൊട്ടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ബബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ വീർക്കുന്ന ഒരു സംഭവം കിട്ടുമായിരുന്നു. ആ സംഭവമാണ് ഇവിടെ ഞാൻ അതിൻ്റെ ഉള്ളിലിടാനായിട്ട്, ബൾബിൻ്റെ ഉള്ളിലിടാനായിട്ട് എടുത്തിരിക്കണേ. അപ്പം നടുവിലുള്ള ബൾബിൻ്റെ ആ ഒരു ഫിലമെൻറ്റ് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല. അത് പൊട്ടിക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കുറേ വെള്ളവും ഇതൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ ഫിലമെൻറ്റ് പൊട്ടിക്കാണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബബിൾസ് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ ബ്രെഡ് ചുറ്റി വെക്കാനായിട്ടൊരു കമ്പി കിട്ടുമല്ലോ, ആ കമ്പി വെച്ചിട്ടാണ് ഞാൻ, അത് ഫ്ലെക്സിബിളായിരിക്കും. അപ്പം അത് വെച്ചിട്ട് ആ ബബിൾസ് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടത്തി കൊടുത്തു. അതെങ്ങനെയാണ് ചെയ്തത്, അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര ബബിളുണ്ടോ, എത്ര ടൈമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പതിയെ പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാം. എന്നിട്ട് വെള്ളം പതിയെ ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അകത്തേക്ക് പോവില്ല, കാരണം ഭയങ്കര ചെറിയൊരു ഹോളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ആ ഫിലമെൻറ്റ് പൊട്ടിച്ച് കളയുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പൊട്ടിക്കാത്തതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തു, കുറച്ച് വെള്ളം തന്നെ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനതിൽ കുറച്ച് കളറും ആഡ് ചെയ്തു. കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കയറോ ചാക്ക് നൂലൊക്കെ ആണെങ്കിൽ വളരെ ഭംഗിയുണ്ടായിരിക്കും. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നൂല് വെച്ചിട്ട് ഞാനതിൽ ഇതുപോലെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് വീടിൻ്റെ പുറത്താണ് ഇത് ഹാങ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ വെയിലത്തൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് വെള്ളം കുടിച്ച് ആ ബബിൾസൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴയൊക്കെ പെയ്തപ്പോൾ വീണ്ടും അത് വെള്ളത്തിലായി. നല്ല ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റാണ്. നിങ്ങൾക്ക് ആ ഫിലമെൻറ്റ് പൊട്ടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിറച്ചു ഇടാൻ പറ്റും.